കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി സർക്കാർ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകാൻ വിദ്യാഭ്യാസ അന്തരീക്ഷം തന്നെ മാറിയിട്ടുണ്ട്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി കഴിഞ്ഞു. കൂടുതൽ കുട്ടികൾ ഇന്ന് പൊതുവിദ്യാലയങ്ങൾക്കകത്തേക്ക് വരികയാണ്. അപ്പൊ അതിന് ബഹുമുഖമായ പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ജില്ലയിലെ മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ശ്രദ്ധേയമായ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. 1952 ആരംഭിച്ചിട്ടുള്ള ഒരു സർക്കാർ വിദ്യാലയമാണ് മുണ്ടേരി സ്കൂൾ. ഏറെ പരിമിതികളൊക്കെ വെക്കുന്നതുകൊണ്ടാണ് ആ വിദ്യാലയം പ്രവർത്തിച്ചു വന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട രാജ്യസഭാ അംഗമായിരുന്ന ശ്രീ KK രാഗേഷിന്റെ മുൻകൈയിൽ ആ വിദ്യാലയത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. മുദ്രാ വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചുകൊണ്ട് മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഏതാണ്ട് കഴിഞ്ഞ 10 വർഷമായി അവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2017 മെയ് 19 മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ആ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിപ്പോൾ ഏതാണ്ട് 60 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതിന്റെ ഭാഗമായി ഏറ്റവും നൂതനമായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി ലാബുകൾ, അതുപോലെ ബയോളജി, കമ്പ്യൂട്ടർ ലാബുകൾ, അതുപോലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചതെന്ന് കരാവുന്ന അഡ്വാൻസ്ഡ് റോബോട്ടിക് ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് നിന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചു. അവിടെയുള്ള 36 ക്ലാസ് റൂമുകളിലും ഇന്ററാക്റ്റീവ് ഇലക്ട്രോണിക് ഫ്ലാഷ് പാനലുകൾ, IFP പാനലുകൾ ആ ക്ലാസ് മുറികൾക്കകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഗുണമേന്മയുള്ള ഡിജിറ്റൽ പഠന സൗകര്യം ആ സ്കൂളിനകത്ത് ഉറപ്പുവരുത്തുന്നു. എല്ലാം പണ്ട് ബ്ലാക്ക്